ഫുഡ് എല്ലാം കൊള്ളായിരുന്നു. കാഴ്ചയും നല്ലതായിരുന്നു. നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടെത്തിയത് വളരെ ഇന്ന് നടന്ന പരിപാടിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്റെ വാർഷിക റിപ്പോർട്ട് എഴുതിയതും പിന്നീട് ഞാൻ വളരെ കഷ്ടപ്പെട്ട എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും മെസ്സേജ് ചെയ്ത് അവരെ കൊണ്ട് പറയിപ്പിച്ച് ഇവിടെ നിങ്ങൾക്ക് എല്ലാവരും സർപ്രൈസ് തന്നതും ഇതുവരെ ഈ 3 വർഷത്തിനിടയ്ക്ക് ഇത്രയും നല്ല ഒരു കാര്യം ആരും ചെയ്തില്ല. അതുകൊണ്ട് ഈ ക്രെഡിറ്റ് മുഴുവൻ എനിക്ക് തരണമെന്ന് താല്പര്യം അറിയിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷമാകുന്ന കാര്യത്തിലാണ്. നമുക്ക് തുടക്കത്തിൽ ഒരു സുഖമായ രീതിയിലാണ് തുടങ്ങിയതെങ്കിലും അത് ഉച്ച കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ എല്ലാവരും നല്ല എനർജിയായിട്ട് ചെയ്യാൻ സാധിച്ചു. വളരെയധികം സന്തോഷം. കാണാത്ത കുറച്ചധികം ആൾക്കാരെ വീണ്ടും കാണാൻ സാധിച്ചു. ഫാമിലി ആയിട്ടായാലും ശരി, അല്ലാതെ സിംഗിളായിട്ടുള്ള വളരെയധികം ഫംഗ്ഷനിൽ ഞാൻ പലതിലും പങ്കെടുത്തിട്ടില്ല. വളരെയധികം സന്തോഷം. ഇനിയുള്ള ഓരോ ഫംഗ്ഷനുകളിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും വീണ്ടും ഒരുമിച്ച് കാണാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതൊക്കെ നേരത്തെ ആകാമായിരുന്നു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അടിപൊളിയായിരുന്നു. വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഇതുപോലുള്ള ഫംഗ്ഷൻസ് ഇന്നത്തെ നമ്മുടെ ഈ സൗഹൃദ കൂട്ടായ്മ വളരെ നല്ലതായിരുന്നു. അതിനുപരി നമ്മുടെ ഫുഡ് അറേഞ്ച് ചെയ്ത രീതി വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടാനുസരണം എടുത്ത് കഴിക്കാനുള്ള അവസരം കിട്ടി. ഇനിയും തുടർന്നും ഈ ജയകുമാറിന്റെ ഭാര്യ പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം എന്നുള്ളത് ഒരു 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഒക്കെ ആക്കണം. കാര്യം നമുക്കിനി കൂടുതൽ കാലമൊന്നും നമുക്കിത് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വയസ്സൊക്കെ ഒരു പരിവായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതിൽ ഇനിയും തുടർന്നും നമുക്കിങ്ങനെ ഈ കൂടുതൽ കാലങ്ങളിൽ നടത്താൻ കഴിയണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് എല്ലാവരോടും ഉള്ളത്. വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഈ പ്രവാസ ജീവിതത്തിനിടയിൽ ആദ്യമായി നമ്മുടെ ഗ്രൂപ്പ് സംഘടിപ്പിച്ചതിന് ശേഷം നല്ലൊരു രീതിയിൽ ആസ്വദിക്കാൻ കഴിഞ്ഞ ഈ പ്രോഗ്രാം വളരെയധികം എന്തുകൊണ്ടും നല്ലതായിരുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഇതേപോലെയുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ ഈ സംഘാടകർക്ക് എല്ലാവിധ മനസ്സുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഗ്രൂപ്പ് തുടങ്ങി 2ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത്രയും നാളെ നിങ്ങൾ അടിച്ചു പൊളിച്ചപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രവാസികളായ നമ്മൾ ഇങ്ങനെ പലപ്പോഴും കൊടിയോടെ ഇരിക്കുവാനായി എന്താണ് ഇതിനെ പറ്റുക എന്നുള്ളത് ഇപ്പോഴാണ് അതിന് കഴിഞ്ഞത്. പിന്നെ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരാനായിട്ട് എൻ്റെ മക്കളും കൂടെ വരാനായിട്ടിരുന്നതാണ്. പക്ഷെ ഒരാളിൻ്റെ വെല്ലുവിളി കൊണ്ടാണ് അവർ വരാതിരുന്നത്. ചൂടുത്ത് കുറേ നാളായിട്ട് നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഇവിടെ വന്നിട്ട് ഡാൻസ് കളിക്കുവാണ്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വരാൻ നേരത്ത് മക്കളോട് പറഞ്ഞ് എന്നിട്ട് ഇന്ത്യയൊക്കെ വന്ന് ഡാൻസ് കളിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മളെന്തായാലും വരുന്നില്ല, നമ്മൾ അത് നാട്ടിങ്ങനെയായിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡാൻസ് കളിച്ചല്ലേ, എന്തായാലും പ്രോഗ്രാമൊക്കെ വളരെ അടിപൊളിയായിരുന്നു. നല്ലപോലെ
എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. എന്തായാലും നമ്മളെ പ്രതി ഒരാൾ വീട്ടിൽ നിന്ന് പുറത്താവില്ല എന്ന് സ്ഥിരീകരിച്ചതിൽ നന്ദി. ആരോ ഒരാളുടെ ഭാര്യ പറഞ്ഞു, അടുത്ത പ്രോഗ്രാമിൽ നിങ്ങൾ ഡാൻസ് കളിച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. സ്വയം ഏറ്റെടുത്ത് പറയുകയാണെങ്കിൽ പറയുക, ഞാൻ ആണെന്ന് പറയില്ല. സ്കൂളില് പെട്ടതാണ്. ഞങ്ങൾ എല്ലാ വർഷവും ഗെറ്റുഗതറൊക്കെ ആഘോഷിക്കും. പക്ഷേ എനിക്ക് അവിടെയുള്ള ആരെയും എന്റെ കൂടെ പഠിച്ചവരാണെങ്കിൽ എന്റെ ബാച്ചിലുള്ള പല കുട്ടികളും ഒരുപാട് കുട്ടികളെ അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ ഉള്ള എല്ലാവരെയും എനിക്കറിയാം. ഞാൻ കൂടി നിങ്ങളുടെ ഗ്രൂപ്പിൽ പെട്ടതാണെന്നത് തോന്നലാണ്. ഓരോ വർഷവും ഇവിടുത്തെ ആവാനായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഞങ്ങളുടെ വേണ്ടിയിട്ടാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അടിപൊളിയായിരുന്നു, സൂപ്പർ. എല്ലാ വർഷവും ഇതേപോലെ നല്ല രീതിയിൽ നടത്താൻ കഴിയട്ടെ. സന്തോഷിച്ചു. ഈശ്വരാനുഗ്രഹത്താൽ എനിക്ക് ഒരുപാട് ഇതുപോലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെയും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊന്നും ഇല്ലാത്ത ഒരു കൂട്ടം. കാര്യം ഇത് അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ പിണങ്ങി പ്രത്യേകം ഗ്രൂപ്പ് ഉണ്ടാക്കി അവർക്ക് ഇഷ്ടമില്ലാത്തൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവരെ പുറത്താക്കി, അങ്ങനെയുള്ള ഒന്നിലും പെടാതെ നമ്മൾ ഇത്രയും, എനിക്ക് ആദ്യം രാവിലെ എനിക്ക് വരാനുള്ള അസൗകര്യങ്ങൾ രണ്ടുപേരുടെയും പറഞ്ഞു. വെയിറ്റ് ഇടുന്നതല്ല, പക്ഷെ എങ്കിലും എത്തിച്ചേർന്നില്ലായിരുന്നെങ്കിൽ വളരെ നഷ്ടമായിരുന്നു. ആഹാരം കഴിച്ചു സന്തോഷമായിരുന്നു. പക്ഷെ എങ്കിലും മറ്റുള്ള ഗ്രൂപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ കൂട്ടായ്മ വളരെ മുന്നിലാണ്. അതിൽ നല്ലൊരു ഓരോരുത്തർക്കും അതിൻ്റെ അഭിമാനം. കാര്യം ഒരു ചെറിയ വിഷമം പോലെ നമ്മളത് പബ്ലിക്കിൽ കൊണ്ടുവന്ന് ഇല്ലാതാക്കുന്നത് അല്ലേ ടീച്ചർ? അതുകൊണ്ട് ഈ ഒരു ഒത്തൊരുമ നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലെയും ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ്. ഇനിയും ഈ പറഞ്ഞതുപോലെ മറ്റുള്ള ദിവസങ്ങളിലും എന്തെങ്കിലും ചെറിയ ഫംഗ്ഷനൊക്കെ ഒത്തുകൂടാൻ കഴിഞ്ഞാൽ കഴിയണം. അതൊക്കെ ഉള്ളു. ഇനി പറഞ്ഞില്ലേ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴത്തേക്ക് 55 വയസ്സ് വരെ എനിക്ക് പെൻഷൻ. കാര്യം അതുവരെയുള്ള ആയുസ്. ഇപ്പൊ 75 ആക്കിയിട്ടുണ്ട് മരുന്നൊക്കെ തന്നു. അത് നമ്മൾ എൻജോയ് ചെയ്യുക. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ സംഘടന മികവ് തന്നെയാണ്. അത് പ്രത്യേകിച്ച് അത് പേരെടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല. TSM ഷെല്ലിയും രാജലക്ഷ്മിയും അതുപോലെ അവർ മുന്നിൽ നിന്ന് ഒരു കാര്യങ്ങൾ ചെയ്യുവാനും അതുപോലെ അവരെ കൂടെ നിന്നുകൊണ്ട് എല്ലാ സപ്പോർട്ടും ചെയ്യുവാൻ ജയകുമാർ, സുഭാഷ്, ഫിറോസ്, രാധാകൃഷ്ണൻ, ലത, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും ഒത്തൊരുമയോടുകൂടി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ ഗ്രൂപ്പ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഈ 2 വർഷത്തിനുള്ളിൽ നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തു. മറ്റുള്ള ഒരു ഗ്രൂപ്പിലും ചെയ്യാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. നമ്മുടെ കുറേ സുഹൃത്തുക്കൾക്ക് കൈത്താങ്ങായി നിൽക്കുവാൻ നമ്മുടെ ഗ്രൂപ്പിന് സാധിച്ചു. ഇനിയും അതുപോലെ തന്നെ തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു പ്ലേസ്, എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്ത്. കാരണം നമ്മളെല്ലാവരും ഈ പ്രായത്തിൽ ചെറുപ്പമായവരെ കൊണ്ട് പ്രത്യേകിച്ച് ചെറുപ്പം തന്നെ നമ്മളെല്ലാവരും വലിയ ചെറുപ്പമാണ്. എത്ര 10 വെക്കുന്നത് കേട്ടോ. പിന്നെ പ്രവാസികൾ എന്താണെന്നാലും ഒരുത്തൻ പറഞ്ഞിട്ടാ കളിച്ച് ബാക്കിയുള്ളവർ വാചകം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഗ്രൂപ്പിലെ ഒരംഗമായ മിയയുടെ പ്രസിഡന്റാണ്. 2 കൊല്ലമായിട്ട് ഓണവർഷ പരിപാടിയിൽ ഇതിനോടുള്ള പങ്കെടുക്കാനുള്ളൊരു സൗഭാഗ്യം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് ഇതുപോലൊരു ഗ്രൂപ്പ് ഇങ്ങനെ നിലനിന്ന് പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതുപോലെ ഇനിയും തുടർന്ന് അധികാര പോകട്ടെ. നല്ലൊരു പ്രോഗ്രാമായിരുന്നു. നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. എനിക്ക് നന്ദി പറയേണ്ടത് ഞാൻ എൻ്റെ ചേട്ടനോടാണ് നന്ദി പറയുന്നത്. ചേട്ടൻ എന്നെ ജീവിതത്തിൽ കൂട്ടിയതിനു ശേഷമാണ് ഞാൻ ജീവിതം എന്തെന്ന് ആസ്വദിക്കാൻ തുടങ്ങിയത്. ഞാൻ പഠിക്കുന്ന സമയങ്ങളിൽ റസൽ സാറിന്റെ ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന്റെ അറിയാം, ഓക്സ്ഫോർഡിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ ഡാൻസും ഓണത്തിനൊക്കെ എല്ലാ പ്രോഗ്രാമിലും ഞാൻ ആക്റ്റീവായിരുന്നു.
ഒരു 17 വർഷം ഞാൻ അതെല്ലാം മൂടി വെക്കേണ്ടി വന്നു. അതിനുശേഷം സഹിച്ചേട്ടൻ എന്നെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം എൻ്റെ ആ പഴയ ഒരു കാലം എനിക്ക് തിരിച്ചു കിട്ടി. ഇവിടെ ഇന്ന് വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. എല്ലാരോടെയും ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റി. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. നന്നായി, നല്ല പരിപാടിയായിരുന്നു. ഇനിയും ഇങ്ങനെയുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.